ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ജികെയോട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് തെറ്റുകൾ. ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ് ജികെ. എന്തായത് പണിക്കരേട്ടാ? ആരെങ്കിലും കാണും? ഇവിടെ ഇപ്പൊ ആരുമില്ല, നമ്മൾ മാത്രം. ചെയ്ത തെറ്റുകൾക്കെല്ലാം പരിഹാരം ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പണിക്കരേട്ടാ പറയേ. ജികെ ഇനിയും വളരണം, ഞങ്ങൾ സഹായിക്കും. നോ, നമുക്ക് വളരണമെന്ന് പറയൂ. ഞാൻ നിങ്ങളെയും സഹായിക്കും. ജികെയോട് മാത്രമായിട്ടൊരു രഹസ്യം. പറയണു. പണിക്കരി ഏട്ടൻ പരമരഹസ്യമായിട്ട് ഇവിടുന്ന് അങ്ങ് മുങ്ങും നൈനിറ്റോളിലേക്ക്. ഇലക്ഷൻ അല്ലേ വരുന്നത്, സ്ഥാനാർത്ഥി ലിസ്റ്റ് തയ്യാറാക്കാനാ. ഇവിടെ ഇന്ന് ഒന്നും നടക്കില്ല. ലിസ്റ്റ് തയ്യാറായാൽ ആദ്യം തരുന്നത് എനിക്കായിരിക്കും. കേട്ടോ ജികെ, ഇലക്ഷനിൽ നമ്മളെ ജയിക്കൂ. ഇന്റലിജൻസ് റിപ്പോർട്ട് അങ്ങനെയാ പറയുന്നത്. എനി ഡൗട്ട്? നോ, ഡെഫിനറ്റ്. ഇലക്ഷൻ ഒന്ന് കഴിയട്ടെ ജികെ. ഇവിടെ പലരും ആവും. ഈ ചക്കരനുള്ള ഇവൻ റെഡ് ഫോർട്ടിൽ നിന്ന് പ്രസംഗിക്കും. പിന്നെ അന്ന് നമ്മൾ ഒന്നായിരിക്കണം. പിന്നെ ഷുവർ. തൊട്ടേനും പിടിച്ചതിനൊക്കെ ചേട്ടനെ സംശയിക്കാന്ന് പറഞ്ഞ അപ്പൊ ഞാനൊരു ഫൂൾ അല്ലേ? എന്നല്ല, ജേർണലിസത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എനിക്കെന്തറിയാം? ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി, 2 വർഷം UNL സർവീസ്. തീർന്നല്ല ജേർണലിസം. തീർന്നെന്ന് ധരിക്കുന്നതാ കുഴപ്പം. നമുക്കൊന്നും അറിഞ്ഞൂടാ സുരേഷ്. ഫൂൾ വേണ്ട, അവനവന്റെ കാര്യം പറഞ്ഞാൽ മതി. അവിടെ നടക്കുന്നവർക്ക് മനസ്സിലാക്കാൻ 6th സെൻസ് ഒന്നും വേണ്ട, കോമൺ സെൻസ് മതി. ജികെയുടെ വിരൽത്തുമ്പിലും നാവിലും നോട്ടത്തിൽ പോലും മരണമാണ് കത്തിക്കളിക്കുന്നത്. ശത്രുക്കൾ ഓരോരുത്തരെയും മരിക്കുന്നു. ഓരോ മരണത്തിനും സർക്കുലേഷൻ 1 ലക്ഷം വീതം എക്സ്ട്രാ. ആദ്യം അഗർവാൾ, നീ കണ്ടോ, പണിക്കർ നൈനിറ്റോളും തിരിച്ചു വരാൻ പോകുന്നില്ല. ഒരാഴ്ചത്തെ ലീവ് എടുത്ത് ഞാൻ നൈനിറ്റോളിലേക്ക് പോകുന്നു, രഹസ്യമായി. ന്യൂഡൽഹി ഡയറി ആകെ പിശാചി ബാധിച്ചിരിക്കുകയാണ്. ആ പിശാചിനെ എനിക്കവിടെ കാണാൻ കഴിഞ്ഞേക്കും. നീ എന്റേതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. നീ എന്നെ ചതിക്കില്ലെന്നറിയാം. ജെയിംസേ സാർ, ഞാനിവിടെ ഒന്ന് ടോക്ക് ആവണ്ട. ലോക്കൽ ആളുകൾ പോലും അറിയില്ല സാർ. ശങ്കര, താൻ ഈ കാര്യത്തിന് വയ്ക്കൂ. അവരോട് ഉടനെ വരാൻ പറ. ശരി സാർ. ചലോ ബൈ.
कितना किराया चाहिए? 50 रुपया सर। സാർ വെള്ളം അവിടെ വച്ചേക്കൂ. ഞാൻ ഇനി പോയി കിടന്നോട്ടെ സാർ. രാംസിംഗ് ഇവിടെ കോട്ടേഴ്സിലേക്ക് പോയി. എന്താ സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ? രാവിലെ 5 മണിക്ക് ബെഡ് കോഫിയെ വിളിക്കാൻ പറയൂ. ശരി സാർ. कौन है? अरे भाई बोलो कौन है? बोलो कौन है? നമസ്കാരം സാർ. നിങ്ങളാരാ? ഞങ്ങൾ ജി കെ സാറിന്റെ അടുത്തുനിന്ന് വരികയാണ്. ന്യൂഡൽഹി ഡയറി. ഓ, എന്നാൽ ഈ അസമയത്ത് വണ്ടി തെറ്റിപ്പോയതാണ് സാർ. എന്താ കാര്യം? അനൂപ് ജലോട്ടയുടെ ഗസൽ സിസ്റ്റമാണെന്ന് പറഞ്ഞിരുന്നില്ലേ? ജി കെ സാർ തന്നയച്ചതാ. അവിടെ വച്ചേക്കൂ. നമസ്കാരം പണിക്കരേട്ടാ. ഞാൻ എല്ലാം മറന്നു എന്ന് നീ കരുതി അല്ലടാ തെണ്ടി കഴിവറട മോനെ. അങ്ങനെ എഴുന്നേറ്റല്ലോ പഠിക്കാൻ സാറേ, ബാക്കി കൂടി കേൾക്കണ്ടേ? അന്ന് നിന്റെ കാലമായിരുന്നു. ഞാൻ വെറും തെണ്ടി. ചെയ്യാത്ത കുറ്റത്തിന് കൈയും കാലും ഒടിച്ച് ആദ്യം ഭ്രാന്താശുപത്രിയിൽ, പിന്നെ ജയിലില്. എല്ലാം ഞാൻ മറക്കണം അല്ലടാ. ഭ്രാന്തുള്ളവനാണ് ഷോക്ക് ട്രീറ്റ്മെന്റ്. അതില്ലാത്തവൻ അത് അനുഭവിക്കുമ്പോഴുള്ള വേദന നീ അറിഞ്ഞിട്ടില്ല. നിന്നെ ഞാനത് അറിയിക്കും. എന്റെ പത്രത്തിലെ ന്യൂഡൽഹി ഡയറിയിലെ നാളത്തെ ഹെഡ്ലൈൻ നീയാണ്. പണിക്കർ കൊല്ലപ്പെട്ടു.
C.R. Panikkar murdered. Great politician C.R. Panikkar murdered. When you heard the news of Panikkar's murder, what was your reaction? I'm really shocked. Still, I can't believe. Now I feel lonely. Then, sorry, I am not in a mood to talk to you. Please. Sir, phone. Excuse me. Sure. Yes, Shankar here. GK ആണ്. GK. എന്നാലും നമ്മുടെ പണിക്കർ ചേട്ടൻ അവിടെ വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെ ഫേസ് ചെയ്യാൻ നിങ്ങളൊന്ന് ഇവിടം വരെ വരൂ. നിങ്ങളെ കാണുന്നത് എനിക്കൊരു ആശ്വാസമാണ്. വിധി എന്നും എനിക്കെതിരായിരുന്നു. എല്ലാം മറന്ന് നമ്മൾ 3 പേരും ഒന്നായതാണ്. ഇപ്പോ ഒരാളില്ല. എനിക്കൊരാഗ്രഹമുണ്ട്. ശങ്കർ അത് വയ്യാന്ന് പറയരുത്. ആഗ്രഹമല്ല, പണിക്കർ ചേട്ടനോട് ഞാൻ ചെയ്യേണ്ട കടമ. പറയേ. ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിലല്ലേ ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്. വിമാനക്കൂലിയും ശവസംസ്കാരം തുടങ്ങി എല്ലാ ചെലവുകളും ഞാൻ വഹിക്കും. എന്റെ ഒരു ആഗ്രഹമാണ്. ശരി. എയർക്രാഫ്റ്റ് ഞാൻ അറേഞ്ച് ചെയ്തോളാം. ശരി. ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് സംസാരിക്കാം. അവനെന്തോ സംശയം തോന്നിട്ടായിരിക്കണം വന്നത്. അവനെല്ലാം കണ്ടു. ഞങ്ങളുടെ എല്ലാ ഫോട്ടോഗ്രാഫ്സ് എടുത്തു. സാറിന്റെ വോയിസ് ടൈപ്പ് ചെയ്ത ടേപ്പ് റെക്കോർഡറും. ആരാണവൻ? സുരേഷ്, സാറിന്റെ പത്രത്തിൽ വർക്ക് ചെയ്യുന്ന. സുരേഷോ? സുരേഷാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഞാൻ ഉറപ്പാണ് അവൻ തന്നെ, സുരേഷ്. അവനെ ഞങ്ങൾ ഫോളോ ചെയ്യാണ്. ഇപ്പോഴും അവൻ ഞങ്ങളുടെ ഐസൈറ്റിൽ തന്നെ ഉണ്ട്. പക്ഷെ ഫോളോ ചെയ്യുന്നവൻ അറിഞ്ഞു. എന്ത് ചെയ്യണം? കിലേം. ആ നെഗറ്റീവും ടേപ്പും നഷ്ടപ്പെടരുത്. അത് അപകടമാണ്. ഹലോ ഉമേ, സുരേഷ്, ഇത് എവിടുന്നാ സംസാരിക്കുന്നത്? ഡൽഹിയിൽ തന്നെ. ഉമ്മ, ഞാൻ എല്ലാം കണ്ടു. പണിക്കരെ കൊന്നത് വിഷ്ണുവും കൂട്ടരുമാണ്. അവരിന്ന് GK-യോടൊപ്പം ജയിലിലുണ്ടായിരുന്നു. നിങ്ങൾ അവരുടെ ഫോട്ടോഗ്രാഫ്സ് എടുത്തോ? ഉമേ, നീ ഇതെങ്ങനറിഞ്ഞു? എന്നോടൊന്നും ചോദിക്കരുത്. ഞാൻ എല്ലാം അറിഞ്ഞു. സുരേഷിനെ അവര് കണ്ടാൽ പ്ലീസ്, അതിനു മുമ്പ് നിങ്ങൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടൂ. ഉമേ, GK-ആണോ അതിന് പിന്നിൽ? എന്നോടൊന്നും ചോദിക്കരുത്. പ്ലീസ്, പോയി രക്ഷപ്പെടൂ. പറയൂ ഉമേ. സുരേഷ്, സുരേഷ്.
पोस्टमार्टम के लिए ले जाओ। വിശ്വനാഥ്, എന്താ ഉണ്ണി? ചേച്ചി വിശ്വനാഥിനെ കണ്ടിട്ടുണ്ടോ? ഇയാളാണ് വിശ്വനാഥ്, ആളുകളെ കൊല്ലുന്ന വിശ്വനാഥ്. ഉമേ, നിങ്ങൾ ആര് വേണമെങ്കിലും കൊന്നോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, എന്റെ സുരേഷിനെ മാത്രം ഒന്നും ചെയ്യരുത്. ഉമേ, എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട. നിങ്ങളുടെ ക്രൂരതകളെല്ലാം ഞാൻ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കും. ഉമേ. ഹലോ, പോലീസ് സ്റ്റേഷൻ. എടീ, എന്താ സാർ, എന്താ ഇത്? വേണ്ട, തടയണ്ട, കൊല്ലട്ടെ, എല്ലാവരെയും കൊല്ലട്ടെ. മനുഷ്യരെ കൊന്നതിനെന്ന മൃഗമാണ് ഇയാൾ. ഉമ്മേ, നീ ആരോടെ സംസാരിക്കുന്നത്? എനിക്കൊന്നും കേൾക്കണ്ട. ഇയാൾ എല്ലാവരെയും കൊല്ലും. പണിക്കരെ കൊന്നു, അത് കണ്ടു നിന്ന കുറ്റത്തിന് സുരേഷിനെ കൊല്ലാൻ പറഞ്ഞു. ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കള്ളം, ഞാൻ കേട്ടതാണ്. സുരേഷിനെ കൊന്നുകളാൻ ആരോടെ പറഞ്ഞു. അവരിപ്പോ എന്റെ സുരേഷിനെ കൊന്നു കാണും. മൃഗമാണിത്, മനുഷ്യരെ കൊന്നതിനെന്ന മൃഗം. നിൽക്കൂ, സത്യമാണോ ഇതെല്ലാം? എനിക്കറിയാം, യു ആർ എ ക്രിമിനൽ. ക്രൂരനാണ് നിങ്ങൾ. നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? എനിക്ക് വേണ്ടിയാണെങ്കിൽ വേണ്ട, ഉമ്മയ്ക്കും വേണ്ട. അവൾക്ക് വേണ്ടത് പണമല്ല. നിങ്ങൾ ഫോൺ ചെയ്തപ്പോൾ തകർന്നത് അവളുടെ ജീവിതമാണ്. മരിയ, വേണ്ട, എന്തിനും ഒരു ലിമിറ്റൊക്കെ വേണം. ഞാനിതൊരിക്കൽ നിങ്ങളോട് പറഞ്ഞതാണ്. സാർ, സുരേഷ് മരിക്കാൻ പാടില്ല. എന്റെ റിക്വസ്റ്റ് കേൾക്കാനുള്ള മനുഷ്യത്വം ബാക്കിയുണ്ടെങ്കിൽ സുരേഷിനെ രക്ഷിക്കൂ, പ്ലീസ്.